സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂണിക്കേഴ്സൽ ഗ്രാഫാണ്. യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ യൂളർ ഗ്രാഫിനകത്ത് വരുന്ന ഒരു വെറൈറ്റി ഓഫ് യൂളർ ഗ്രാഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇറ്റ്സ് നോട്ട് എൻ യൂളർ ഗ്രാഫ്, ബട്ട് യൂളർ ഗ്രാഫിൻ്റെ അകത്ത് പഠിക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന യൂണിക്കേഴ്സൽ ഗ്രാഫ്. യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്താണ്? നിങ്ങൾക്ക് യൂളർ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞവർ മാത്രമേ യൂണിക്കേഴ്സൽ കാണാൻ പാടുള്ളൂ. സോ അതിന് മുന്നോടിയായിട്ട് ഞാൻ 2 തിയറവും ഒരു യൂളർ ഗ്രാഫ് എന്താണെന്നും അതിൻ്റെ 2 തിയറവും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിച്ച് നോട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. നോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ എന്ന് ആ പറയുന്ന നോട്ടിനകത്ത് സൈനും മേടിച്ചിരിക്കണം. സോ നെക്സ്റ്റ് വൺ ഇസ് യൂണിക്കേഴ്സൽ ഗ്രാഫ്. നമുക്കിതിന് ഒരു ഡെഫിനിഷൻ പറയാം. എ ഗ്രാഫ് that consists of a unicursal line is called unicursal graph. അപ്പോൾ എന്താണ് യൂണിക്കേഴ്സൽ ഗ്രാഫ്? എ ഗ്രാഫ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ യൂണിക്കേഴ്സൽ ലൈൻ ഈസ് കോൾഡ് യൂണിക്കേഴ്സൽ ഗ്രാഫ്. സോ ദ സെയിം ലൈക്ക് നമ്മൾ എവിടെ പഠിച്ചു? യൂളർ ഗ്രാഫിനകത്ത് പഠിച്ചു. എ ഗ്രാഫ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ യൂളർ ലൈൻ ഈസ് കോൾഡ് യൂളർ ഗ്രാഫ്. യൂളർ ഗ്രാഫ് ആകുന്നത് എങ്ങനെയായിരുന്നു? ഒരു യൂളർ ലൈൻ ഫോം ചെയ്യണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഇറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് വാക്ക്. ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടെക്സിൽ കൂടി തന്നെ തിരിച്ച് എൻഡ് ചെയ്യുകയും വേണം. ഈ ഗ്രാഫിൻ്റെ ഓരോ എഡ്ജസും ഒരൊറ്റ തവണയെ വരാനും പാടുള്ളൂ. ദാറ്റ് വാസ് ദ കണ്ടീഷൻ ഓഫ് ദി ക്ലോസ്ഡ് വാക്ക്. ഓക്കെ, അതായിരുന്നു നമ്മുടെ യൂളർ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി എ യൂളർ ഗ്രാഫ്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ യൂളർ ലൈൻ. സോ വാട്ട് ഈസ് യൂളർ ലൈൻ? യൂളർ ലൈൻ ഈസ് എ closed walk that should contain all the edges of the graph only once, and once where we started there we have to end. Okay, അതായിരുന്നു ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം എ ഗ്രാഫ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ യൂണിക്കേഴ്സൽ ലൈനിനെയാണ് നമ്മൾ യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് എ യൂണിക്കേഴ്സൽ ലൈൻ? അപ്പോൾ എന്താണ് യൂണിക്കേഴ്സൽ ലൈൻ? എങ്ങനെ ഇരിക്കണം? A unicursal line, or I can say that open Euler line. Okay, unicursal line എന്തെന്ന് വിളിക്കാം? ഓപ്പൺ യൂളർ ലൈൻ എന്ന് പറയുന്നത് ഈസ് ആൻ ഓപ്പൺ വാക്ക്. എന്താണ്? നമ്മുടെ യൂളർ ലൈൻ ആകാൻ എന്തായിരിക്കണമായിരുന്നു? ക്ലോസ്ഡ് വാക്ക്. ബട്ട് യൂണിക്കേഴ്സൽ ലൈൻ ആകാൻ ഇവിടെ എന്ത് വാക്കാണ് നടത്തേണ്ടത്? open walk that includes all the edges of the graph is called a unicursal line. അപ്പോൾ ഒരു യൂണിക്കേഴ്സൽ ലൈൻ ആകണം എന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ വാക്ക് ആയിരിക്കണം. ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസിനെയും ഒരു തവണ ട്രാവൽ ചെയ്തിരിക്കണം. ബട്ട് വി ഹാവ് ഹിയർ നോ കണ്ടീഷൻ ദാറ്റ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേർട്ടെക്സ് സെയിം ആയിരിക്കണമെന്ന് പറയുന്നില്ല. ഓക്കെ, സെയിം ആയിരിക്കണമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വാക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ സെയിം ആയിരിക്കണം എന്നില്ല. സോ ഇറ്റ് ഈസ് എ ഓപ്പൺ വാക്ക്. അങ്ങനെ ഒരു ഓപ്പൺ വാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി യൂണിക്കേഴ്സൽ ലൈൻ. ഇഫ് ദ ഗ്രാഫ് കണ്ടെയ്ൻസ് എ യൂണിക്കേഴ്സൽ ലൈൻ, ദെൻ ദ കറസ്പോണ്ടിങ് ഗ്രാഫ് ഈസ് കോൾഡ് യൂണിക്കേഴ്സൽ ഗ്രാഫ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെയിം ആസ് എ യൂളർ ലൈൻ ആണ്, എക്സെപ്റ്റ് ദാറ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടെക്സ് എന്ന് പറയുന്നത് സെയിം അല്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഓപ്പൺ യൂളർ ലൈൻ. ഇനി ഇതിനകത്ത് വരേണ്ട കണ്ടീഷൻ നോ എഡ്ജ് repetition, അതായത് അതിനകത്ത് വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം. വേർട്ടെക്സ് മേ റിപ്പീറ്റ്. നോ എഡ്ജ് റിപ്പീറ്റേഷൻ ആയിരിക്കണം.
എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം. അടുത്തത് സ്റ്റാർട്ടിങ്ങും എൻഡിങ് വേർട്ടെക്സ്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടെക്സ് എന്ന് പറയുന്നത് എൻഡിങ് ഓൺ എവിടെയൊക്കെ ഡിഫറെൻറ്റ് വേർട്ടിസസിനകത്ത് എൻഡ് ചെയ്യാം. അവിടെ സെയിം വേർട്ടിസസ് എന്ന് പറയുന്നില്ല. സോ ദിസ് ഈസ് ദ അനദർ കണ്ടീഷൻ ഫോർ ദി യൂളർ ലൈൻ. നെക്സ്റ്റ് വൺ ഇസ് മസ്റ്റ് ഇൻക്ലൂഡ്. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഈ പറയുന്നത്. മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ എഡ്ജസ് ഓഫ് എ ഗ്രാഫ്. ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഗ്രാഫ് എത്ര തവണ? എക്സാക്ട്ലി വൺസ്. ഇതിനെയാണ് നമ്മൾ യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. സോ ഐ ക്യാൻ കൺസിഡർ എ യൂണിക്കേഴ്സൽ ഗ്രാഫ് ഹിയർ ലൈക്ക് ദിസ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് V1, V2, V3, V4, V5, V6, V7, V8. Edges like E1, E2, E3, E4, E5, E6, E7, E8, E9, E10. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഡ്ജസ് ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്നും നമ്മൾ ഈ പറയുന്ന ഇതിനെ ഞാൻ ഗ്രാഫ് ജി എന്ന് നെയിം ചെയ്യുവാണ്. ഈ ഗ്രാഫ് ജിയിൽ നിന്നും നിങ്ങളൊരു യൂണിക്കേഴ്സൽ, ഇത് യൂണിക്കേഴ്സൽ ഗ്രാഫാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. യൂണിക്കേഴ്സൽ ഗ്രാഫാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്യണം എന്നില്ല. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. യൂളർ ലൈൻ ആവണം എന്നുണ്ടെങ്കിൽ, യൂളർ ലൈൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് പറഞ്ഞു? അതായത് യൂളർ ഗ്രാഫ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഡിഗ്രി ഈവൻ ഡിഗ്രി ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അത് എന്താണ് യൂളർ ഗ്രാഫ് ആണോ അല്ലയോ എന്ന്. ഇവിടെ യൂണിക്കേഴ്സ് ലൈൻ കണ്ടുപിടിക്കുന്നത് വേർട്ടെക്സിൻ്റെ ഡിഗ്രി നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, വേർട്ടെക്സിൻ്റെ ഡിഗ്രി ഒന്ന് നോക്കുക. V1 ഡിഗ്രി എത്രയാണ്? V1 ഡിഗ്രി 2, V2 ഡിഗ്രി 2, V3 ഡിഗ്രി 4, V4 ഡിഗ്രി 2, V5 ഡിഗ്രി 2, V6 ഡിഗ്രി 1 2 3 4. ഇനി V7 ഡിഗ്രി 1 2 3. ഓക്കെ, ഇനി V7 ഡിഗ്രി 2, V8 ഡിഗ്രി 1 2 3. സി ഹിയർ, ഇവിടെ എത്ര ഓഡ് വേർട്ടെക്സ് ഡിഗ്രികൾ വന്നു? ഇത് 2, ആകെ 2, 3 3. ഇവിടെ കിടക്കുന്ന 2 ഓഡ് വേർട്ടെക്സുകൾ ഉണ്ട്. എത്രയാ? 2 ഓഡ് വേർട്ടിസസ് ആർ ദെയർ. ഓക്കെ, ഇത് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിങ്ങൾക്കൊരു യൂണിക്കേഴ്സൽ ലൈൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഓഡ് ഡിഗ്രിയിൽ നിന്നും നിങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ഓഡ് ഡിഗ്രി. സോ ഐ എം കൺസിഡറിങ് ഹിയർ ദ വേർട്ടെക്സ് V8 നിന്ന് ഞാൻ എടുക്കുവാണ്. V8 നിന്നും E10 കയറി ഞാൻ V1 V1 നിന്നും E1 വഴി V2 V2 നിന്നും E2 വഴി V3 V3 നിന്നും E3 വഴി V4 V4 നിന്നും E4 വഴി V5 V5 നിന്നും E5 വഴി V6 ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇനി V6 നിന്നും ഞാൻ അടുത്ത എഡ്ജ് E7 വഴി V3 V3 നിന്നും E8 വഴി V8 V8 നിന്നും E9 വഴി V7 ഓക്കെ, ഇനി ഏതെങ്കിലും എഡ്ജ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ? E6. V7 നിന്നും E6 വഴി V6 നോക്ക്, ഇവിടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേർട്ടെക്സ് സെയിം ആണോ? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേർട്ടെക്സ് സെയിം ആണോ? അല്ല. നിങ്ങൾ പക്ഷെ ഒരു കാര്യം നോക്കണം.
ഇവിടെ യൂളർ ഗ്രാഫ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ, യൂളർ ലൈൻ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേർട്ടെക്സ് സെയിം ആയിരിക്കണം. ഇവിടെ സെയിം അല്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഓപ്പൺ വാക്ക് ആണ്. ഓപ്പൺ വാക്ക് ആയതുകൊണ്ട് തന്നെ ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡിങ് ഓൾ ദ എഡ്ജസ് എക്സാക്ട്ലി വൺ. സോ നമുക്ക് പറയാം ഈ പറയുന്ന ലൈൻ എന്ന് പറയുന്നത് എന്ത് ലൈനാണ്? ഇറ്റ്സ് എ യൂളർ ലൈൻ എന്ന് എനിക്ക് വിളിക്കാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തോ നോക്കിക്കേ. ഈ പറയുന്ന V8ൻ്റെ ഡിഗ്രി എത്രയായിരുന്നു? 3. ബട്ട് എൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? V6-ലല്ലേ നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത്. അതും എത്രയാണ് ഡിഗ്രി? 3 ആണ്. ഓക്കെ, ഇനി ഇത്രയും ആലോചിച്ച് വെച്ചേക്കുക. Know that we need to start from one of the odd degree vertex. ഏതെങ്കിലും ഒരു odd degree vertexൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക and at the other odd degree vertex in order to get the unicursal line. You have to start from an odd degree and must end to another odd degree, then you will get a unicursal line. ഒരു odd ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ odd ഡിഗ്രിയിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു യൂണിക്കേഴ്സൽ ലൈൻ കിട്ടിയിരിക്കും. അപ്പോൾ ഈ കണക്റ്റഡ് ഗ്രാഫ് ഈസ് യൂണിക്കേഴ്സൽ. ഒരു കണക്റ്റഡ് ഗ്രാഫ്, ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ഒരു കണക്റ്റഡ് ഗ്രാഫ്. ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണല്ലേ. അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫ് യൂണിക്കേഴ്സൽ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ, ഈ കണക്റ്റഡ് ഗ്രാഫിനെ യൂണിക്കേഴ്സൽ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് exactly 2 vertices of odd degree. ഓഡ് ഡിഗ്രിയിലുള്ള 2 വേർട്ടീസസ് വേണം എന്നാണ് പറയുന്നത്. ബട്ട് 2 വേണം എന്നൊന്നുമില്ല. 4 vertices of odd degree വരാം, 6 vertices of odd degree വരാം, 8 vertices of odd degree. ദാറ്റ് മീൻസ് ഈവൻ നമ്പർ ഓഫ് odd degrees ആയിരിക്കണം. ഇവിടെ ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. സോ എവറി യൂളർ ഗ്രാഫ്, ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ യൂളർ ഗ്രാഫിനകത്തും എന്തുണ്ടായിരിക്കും? ഒരു യൂണിക്കേഴ്സൽ ഗ്രാഫ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമ്മളൊരു യൂളർ ഗ്രാഫ് എടുക്കുന്നത് യൂളർ ലൈൻ ആയിരിക്കും, അതൊരു ക്ലോസ്ഡ് വാക്ക് ആയിരിക്കും. യൂണിക്കേഴ്സൽ ലൈൻ ആയിരിക്കും, അതൊരു ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. സോ ഓൾ ദ യൂളർ ഗ്രാഫ് ഈസ് എ യൂണിക്കേഴ്സൽ ഗ്രാഫ്. എല്ലാ യൂളർ ഗ്രാഫും എന്താണ്? യൂണിക്കേഴ്സൽ ഗ്രാഫാണ്. ബട്ട് all unicursal graph is not or are not എന്തല്ല? യൂളർ ഗ്രാഫ് അല്ല. നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. ഓക്കെ, ഇതും നോക്കി വയ്ക്കുക. ദിസ് ഈസ് ആക്ച്വലി എ ഫേമസ് തിയറം ദാറ്റ് യു നീഡ് ടു പ്രൂവ് ഇറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് യൂളർ ഗ്രാഫ് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു തിയറത്തിലേക്ക് പോവാം. യൂണിക്കേഴ്സൽ ഗ്രാഫിൻ്റെ ഒരു തിയറമാണ്. തിയറം ഇതാണ്. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും. ഇനി ഈ ഗ്രാഫ് തിയറിയുടെ ഓരോ തിയറവും ഭയങ്കര ലെങ്തി ആയിരിക്കും. ഞാൻ കട്ട് ചെയ്തിട്ട് തരാം നിങ്ങൾക്ക്. തിയറം ഇതാണ്. ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് G with exactly 2k odd vertices, there exist k edge disjoint subgraphs such that they together contain all edge of capital letter G, that is our graph, and that each is a unicursal graph. Actually this theorem is little bit lengthy, but actually it is very simple. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതാണ് തിയറം. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. യു ഹാവ് ടു പ്രൂവ് ചെയ്യണം. ഇനി കണക്റ്റഡ് ഗ്രാഫ്, നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ആ ഗ്രാഫിനകത്ത് എക്സാക്ട്ലി ഈവൻ നമ്പർ ഓഫ് ഓഡ് വേർട്ടീസസ്, ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞോ, 2 ഓഡ് വേർട്ടീസസ്, അതായത് ഈവൻ നമ്പർ ഓഫ് ഓഡ് വേർട്ടീസസ് ഉള്ളൊരു ഗ്രാഫ് തന്നു. അങ്ങനെയുള്ളൊരു ഗ്രാഫിൽ നിങ്ങൾക്ക്
k നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഈ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്? അതായത് ഞാനിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുവാണെങ്കിലേ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു. ഈ ഒരു ഗ്രാഫിനെ എടുക്കുമ്പോൾ എ പി സി ഡി ഇ എഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് പറയാനാണ് ഞാനിത് പറയുന്നത്. എന്താണ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്? ഇതിനെ എനിക്ക് എത്ര സബ് ഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ എ സി ബി എഫ് എന്ന് പറയുന്ന സബ് ഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതൊരു സബ് ഗ്രാഫ്. ഓക്കെ, എ സി ബി എഫ്. അടുത്ത സബ് ഗ്രാഫ് ഇത്, അതായത് എ ബി ഡി ഇ. ഓക്കെ, അപ്പം ഇതായിരുന്നു എൻ്റെ ജി എന്ന് പറയുന്ന ഗ്രാഫ്. ജിയിൽ നിന്ന് ഞാൻ 2 ഗ്രാഫുകൾ ഫോം ചെയ്തെടുത്തു, G1ഉം G2. അങ്ങനെയാണെങ്കിൽ G1 യൂണിയൻ G2 ചെയ്യുമ്പോൾ, അതായത് 2 ഗ്രാഫിനെയും കൂടി യൂണിയൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഗ്രാഫായിരിക്കണം. ഓക്കെ, നമുക്ക് യൂണിയൻ ചെയ്ത് നോക്കാം. ഇതല്ലേ നമ്മുടെ ഒരു ഗ്രാഫ് G2. ഈ G2നെ പിടിച്ച് ഞാൻ G1നെയും കൂടി ഞാൻ എൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കുകയാണ്. എയിൽ നിന്നും സിയിലേക്ക്, എയിൽ നിന്നും സിയിലേക്ക്, ഇനി സിയിൽ നിന്നും ബിയിലേക്ക്, സിയിൽ നിന്നും ബിയിലേക്ക്, അടുത്ത എയിൽ നിന്നും ഇവിടെ ഒരു വേർട്ടെക്സ് ഉണ്ട് എഫിലേക്ക്, എഫിൽ നിന്ന് ബിയിലേക്ക്. ഇപ്പോൾ എൻ്റെ ഒറിജിനൽ ഗ്രാഫ് കിട്ടിയല്ലോ. അപ്പോൾ G1 യൂണിയൻ G2 ചെയ്യുമ്പോൾ എൻ്റെ ഒറിജിനൽ ഗ്രാഫ് കിട്ടണം. അതായത് എഡ്ജസുകൾ തമ്മിൽ എന്ത് പാടില്ല, റെപ്പറ്റീഷൻസ് പാടില്ല, ഡിഫറെൻ്റ് എഡ്ജസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ G1 ഇൻ്റർസെക്ഷൻ G2 ചെയ്യുമ്പോഴോ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള എഡ്ജ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ എന്തായിരിക്കണം? നൾ ഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴേ നൾ ഗ്രാഫ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൻ്റെ വേർട്ടീസസുകൾ ഇങ്ങനെ തന്നെ കിടക്കും. അതിൻ്റെ വേർട്ടീസസ് ഐസൊലേറ്റഡ് വേർട്ടെക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇതാണ് നൾ ഗ്രാഫ്. എം ഡി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഗ്രാഫ് പോലും നമുക്ക് കിട്ടിയില്ല, ഇങ്ങനെ പോലും ഐസൊലേറ്റഡ് വേർട്ടെക്സ് പോലും കിട്ടിയില്ല. സോ ഇവിടെ G1 നമ്മൾ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫിനകത്ത് നിങ്ങൾ യൂണിയൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഗ്രാഫ് കിട്ടുകയും വേണം. ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഫൈ എന്ന് പറയുന്നത് കിട്ടുകയും വേണം. ഫൈ എന്ന് പറയുന്നതിൻ്റെ സെൻസ് എന്താണ്? എൻ്റെ എയും സി എന്ന് പറയുന്ന എല്ലാ വേർട്ടിസസും കാണും, ബട്ട് അതിനകത്ത് എഡ്ജ് കാണത്തില്ല എന്നേ ഉള്ളൂ. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു എഡ്ജ് നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈ G1ഉം G2ഉം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കോമൺ എഡ്ജ് കിട്ടത്തില്ല. ഓക്കെ, അതാണ് നൾ എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എഡ്ജ് ഡിസ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ തിയറം? ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് G വിത്ത് എക്സാക്ട്ലി 2K ഓഡ് വെർട്ടീസസ്, അങ്ങനെയുള്ള 2K ഓഡ് വെർട്ടീസസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള K ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫുകൾ ഉണ്ടാക്കാൻ പറ്റും. such that they together contain, ഇവർ 2 പേരും, ഇതാണ് സബ് ഗ്രാഫ്, നമ്മളിത് ജോയിൻ ചെയ്തതല്ലേ. ഓക്കെ, ഈ 2 സബ് ഗ്രാഫായ G1ഉം G2ഉം. ഓക്കെ, ഇത് കൺസിഡർ ചെയ്യില്ലേ? അതാണ് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ കേസ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫുകളാക്കി 2 എണ്ണം മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇത് 2ഉം കൂടി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ദാറ്റ് ദേ ടുഗദർ കണ്ടെയ്ൻ, 2 പേരും കൂടി ചേർത്ത് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ജിയിലുള്ള എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ 2 പേരെയും കൂടി ചേർക്കുമ്പോൾ എല്ലാ എഡ്ജസും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ യൂണിക്കേഴ്സൽ ഗ്രാഫ് ആയിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ പഴയ ഗ്രാഫ് കിട്ടുമെങ്കിൽ ഇതൊരു യൂണിക്കേഴ്സൽ ഗ്രാഫ് ആയിരിക്കും, ഇതും ഒരു യൂണിക്കേഴ്സൽ ഗ്രാഫ് ആയിരിക്കും. ഇതാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം.